ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ 24 മണിക്കൂറും നിലവിളിച്ചുകൊണ്ട് നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എപ്പോഴും നിങ്ങൾ കരഞ്ഞുകൊണ്ട് നടക്കാൻ ഞാൻ പറയുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്തെങ്കിലും നിങ്ങളൊന്ന് കരയണേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്തെങ്കിലും ഒന്ന് കരയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ കരയുന്നത് ദുആ ചെയ്യുമ്പോ? ആരാ ദുആ പോലും നമ്മൾ ചെയ്യാറില്ലല്ലോ, നമുക്കതിന് സമയമില്ലല്ലോ. എന്തിനാ ഉസ്താദേ ദുആ ചെയ്യുന്നത്? ദുആ ചെയ്യാൻ നമുക്ക് വല്ലാത്ത മടിയാണ്. പടച്ചവനെ, അതുകൊണ്ടാണ് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഫർദ് നിസ്കരിച്ചിട്ട് എഴുന്നേറ്റ് ഓടുകയാണ്. നമ്മളിൽ പലരും ദുആയ്ക്ക് പോലും ഇരിക്കാത്തവരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദുആ ചെയ്യണമെന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? എപ്പോഴും നീ ദുആ ചെയ്യണം, എപ്പോഴും നീ ദുആ ചെയ്യണം. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എപ്പോഴും ദുആ ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ചവനെ, ദുആ ചെയ്യുമ്പോ എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ശബ്ദമുണ്ടല്ലോ, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത പരിചയമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അതാ ചില മനുഷ്യന്മാർ അവിടെന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പറയും, അല്ലാ, ഇന്ന മനുഷ്യനാണ് ദുആ ചെയ്യുന്നത്, ഇന്ന പെണ്ണാണ് ദുആ ചെയ്യുന്നത്, ആ ദുആ നീ സ്വീകരിക്കണേ അല്ലാ എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്യുമെന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, റമദാനിന്റെ 30 ദിനങ്ങൾ പടച്ചവനെ റഹ്മത്തും മഗ്ഫിറത്തും നരകമോചനവും ആ പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. പടച്ചവനെ, ആ ഒരു മാസക്കാലം ഞാൻ നിങ്ങളും ഉണ്ടാക്കിയെടുത്ത ഈമാനികമായ പ്രകാശമുണ്ടല്ലോ, ആ ഈമാനികമായ ചൈതന്യമുണ്ടല്ലോ, ശപിക്കപ്പെട്ടവനായി ഇബ്ലീസിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ചിട്ട് പറയുകയാ, ഞാൻ നിന്റെ അടിമയാ, ഞാൻ നിന്റെ അടിമയാണ്. ഒരു മാസക്കാലം ഉണ്ടാക്കിയെടുത്ത ഈമാൻ മുഴുവനും പടച്ചവനെ ഇബ്ലീസിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഇന്ന് അവസാനം ഇവിടെ നിന്ന് പിരിയുമല്ലോ. 11 മണിയാകുമ്പോ പടച്ചറപ്പിന്റെ മുന്നിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ നീ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് നമ്മൾ പറയുമല്ലോ. എല്ലാവരും ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മൾ യാചിക്കുമല്ലോ. ആ യാചിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് കരയാൻ കഴിയുമോ? നിങ്ങളിൽ ആർക്കെങ്കിലും ഒന്ന് കരയാൻ കഴിയുമോ? നിങ്ങൾ നിലവിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നിങ്ങൾക്ക് നീ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യുമ്പോ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നിന്റെ കണ്ണിൽ നിന്ന് താഴേക്ക് നിനക്ക് ഒലിപ്പിക്കാൻ കഴിയുമോ? അല്ലാ, ദുആ ചെയ്യുന്ന സമയത്ത് കരയാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ, അതിനുള്ള മനസ്സു നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അധികമായിട്ട് നിങ്ങൾ കരയണം, നിങ്ങൾ അധികമായിട്ട് കരയണം, കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ദുആ ചെയ്യുന്ന സമയത്ത് കരയണം. പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണം. നിങ്ങൾക്ക് കരച്ചല് വരുന്നില്ലേ? അതങ്ങനെ
ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഓർത്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കരയാൻ കഴിയുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എടാ ദുആ ചെയ്യുന്ന സമയത്ത് നിനക്ക് കരയാൻ പറ്റുന്നില്ല, നിന്റെ മനസ്സത്രയും കരിങ്കല്ല് പോലെ ഉറച്ചുപോയാൽ നീ കരയാൻ പറ്റുന്നില്ലെങ്കിൽ അഭിനയിക്കാനാ പറഞ്ഞത്. ഒന്ന് കരയുന്നവരെ പോലെയെങ്കിലും ഒന്ന് അഭിനയിക്കണം. ഇന്നിവിടെ നിന്ന് പിരിയുമ്പോൾ ദുആ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ കരയണം, അല്ലെങ്കിൽ കരയുന്നവരെ പോലെ അഭിനയിക്കണം. എന്നിട്ട് വേണം ഇവിടെ നിന്ന് സലാത്ത് പറഞ്ഞു പിരിയാൻ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ഉസ്താദ്, ഇന്ന് അവസാനം ഉസ്താദ് ദുആ ചെയ്യുന്ന സമയം ഇൻഷാ അല്ലാ ഒന്നുകിൽ ഞാൻ കരയും, ഇല്ലെങ്കിൽ ഞാൻ അഭിനയിക്കും. ഇൻഷാ അല്ലാ നിയ്യത്ത് ചെയ്യ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കരയാമെന്ന് തീരുമാനിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്ക്. ഇന്ന് ഇവിടെ നിന്ന് ദുആ ചെയ്യുന്ന സമയത്ത് കരയുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഈ കൈപൊക്കാത്തവന്മാരുടെയൊക്കെ കണ്ണിപ്പൊ തെള്ളുന്ന വാരി ഞാൻ പറഞ്ഞുതരാം. ഈ കൈപൊക്കാത്തവരുണ്ടല്ലോ, ഈ കൈപൊക്കാതിരിക്കുന്നവർക്ക് റബ്ബ് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പൊക്കിയല്ലോ, ഞാൻ ദുആ ചെയ്യട്ടെ. പൊക്ക്. കരയുമെന്ന് തീരുമാനിക്കണവരൊക്കെ അള്ളാഹുവെ, ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ആരെല്ലാം ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് കരയുമെന്ന് തീരുമാനിച്ചോ, അള്ളാഹുവെ പടച്ചവനെ റബ്ബേ, അള്ളാഹുവെ നീ അവരെ മാരകമായ അറുത്തുമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അള്ളാഹുവെ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഈ കൈപൊക്കിയവരെ നീ പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ വലത് കൈകൊണ്ട് വാങ്ങാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, സ്വർഗം ചോദിക്കാൻ ഞങ്ങൾക്കൊരവകാശവുമില്ല. പടച്ചവനെ, ഈ കൈപൊക്കിയതിനു പകരമെങ്കിലും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ, ദുആ ചെയ്യുന്ന സമയത്തൊന്ന് കരയ്, അല്ലെങ്കിൽ നീ ഒന്ന് അഭിനയിക്ക്. അതിനുപോലും മനസ്സില്ലാത്ത ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് നീ ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൈ പൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം പറയാനും പോവുകയാണ്. ഇന്ന് കരയുമെന്ന് തീരുമാനിച്ചല്ലോ. ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് ഒന്ന് കരയുമെന്ന് തീരുമാനിച്ച ഈ കൈ പൊക്കിയവർക്ക് അള്ളാഹു 5 പ്രതിഫലം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ കൈപൊക്കിയവർക്ക് മാത്രം അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കൈപൊക്കാത്തവന്റെ കാര്യം എനിക്കറിയില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ല. എടാ, ഒന്നുകിൽ നീ കരയ്, അല്ലെങ്കിൽ നീ ഒന്ന് അഭിനയിക്ക്. എന്ത് അഭിനയിക്കാനാ ഉസ്താദെ? മതവിളകിയ ആന വന്നാലും ഞാൻ നെഞ്ചു വിരിച്ച് നിൽക്കും. നിങ്ങളെക്കാൾ എത്രയോ കൊലകൊമ്പന്മാര് എന്നെ നന്നാക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല. എടാ, കൈ താഴ്ത്തിയിറ ചങ്ങായിമാരെ, നിങ്ങൾ എന്തിനത് പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത് കുട്ടികൾ? ഉസ്താദെ, നിങ്ങളെക്കാളും വലിയ കൊലകൊമ്പന്മാര് നോക്കിയിട്ട് ഞാൻ നേരെയായിട്ടില്ല. ഇനി ഞാൻ ഇപ്പൊ എല്ലുപോലെ ഇരിക്കണ നിങ്ങൾ. നീ വേണമെങ്കിൽ പൊക്ക്, ഇല്ലെങ്കിൽ പൊക്കണ്ട, എനിക്കൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? എടാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സില്ലാത്തവന് അള്ളാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയോ? അള്ളാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കിയാൽ മതി. ഒരു ഇൻഷാ അല്ലാഹയുടെ സ്ഥാനമായി കൈവക്കിയത്, അതിനു പോലും മനസ്സില്ലാത്ത അത്രയും വലിയ ചങ്കൂറ്റമുള്ള നട്ടല്ലിന് ഉറപ്പുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിന്റെ അവസാനത്തെ വാക്ക് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹ് പറയുന്നുണ്ട്, നീ ചാകുന്നത് എങ്ങനെയാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത്രയ്ക്കും വലിയ അഹങ്കാരം നിനക്കുണ്ടെങ്കിൽ, അത്രയും വലിയ ഒരു ധൈര്യം നിനക്കുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നീ ചാകാൻ കിടക്കുമ്പോ, നീ മരിക്കാൻ കിടക്കുമ്പോ നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും, അല്ലെങ്കിൽ നാട്ടുകാരല്ലെങ്കിൽ ഉസ്താദന്മാര്, ഹാഫിളാകട്ടെ, ആലിമാകട്ടെ, ആരുമാകട്ടെ, നിന്റെ അടുക്ക വന്ന് നിന്നിട്ട് പറയും, പറവാപ്പ ലാ ഇലാഹ ഇല്ലല്ലാ, പറവാപ്പ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലെങ്കിൽ പറ ഉമ്മച്ചി ലാ ഇലാഹ ഇല്ലല്ലാ. ആ സമയത്ത് നീ പറയണ വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ നടക്കുന്നവൻ മരിക്കുന്ന സമയത്ത് അവൻ പറയുന്ന അവസാന വാക്ക്, വശഹിദു അലാ അൻഫുസിഹിം
അന്നഹും കാനു കാഫിരീൻ, അവൻ പറയും ഞാൻ കാഫിറായിട്ടാ ചാകുന്നത്. നാട്ടുകാര് പറയണ്ട, അവൻ മരിക്കുന്ന സമയത്ത് അവൻ തന്നെ പറയും ഞാൻ ചാകുന്നത് കാഫിറായിട്ടാ ചത്തുപോകുന്നത് എന്ന് അവന്റെ നാവ് കൊണ്ട് അവൻ പറഞ്ഞിട്ടേ മരിക്കത്തുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉസ്താദെ, ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഞാൻ കരയും, അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കും. അവർക്ക് അല്ലാഹു തരുന്ന 5 പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ നിയത്ത് ചെയ്യുന്നവരൊന്നും കൂടെ കൈപൊക്കിക്കേ. 2 കൈയും പൊക്കിയില്ലേ? ഇതാദ്യം ചെയ്താൽ പോരായിരുന്നോ? ഇതാദ്യം നിങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും പറയിപ്പിക്കണമായിരുന്നു. അതങ്ങനെ ഒന്ന് തട്ടിയാലേ ചിലർക്കൊക്കെ കിട്ടത്തുള്ളൂ. ശരി, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒന്ന്, കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിന് വിലയുണ്ട്. ആവശ്യമില്ലാതെ അവിടെ ഇവിടെയും പോയിരുന്നു മോങ്ങുവല്ലോ, എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഹസൻ ബസ്രി തങ്ങൾ ചോദിച്ചതുപോലെ മരണ വീട്ടിലിരുന്നിട്ട് ഒരാൾ വല്ലാതെ കരയുകയാ. ഹസൻ ബസ്രി തങ്ങൾ ചോദിച്ചു, നീ എന്തിനാടാ കരയണേ? മരിച്ചുപോയ മനുഷ്യനെ ഓർത്തിട്ട് നീ കരയാതെ നീ നിന്നെക്കുറിച്ച് ഓർത്തിട്ട് കരയടാ. കാരണം മരണവേദന എന്ന് പറയുന്ന ആ കടമ്പ കടന്നിട്ട് ആ മനുഷ്യൻ കിടക്കണേ, നീ അത് വരാനിരിക്കുന്നവനാ. അതുകൊണ്ട് നീ അവനെ ഓർത്ത് കരയാതെ നിന്നെ ഓർത്ത് കരാ. ക്യാൻസർ രോഗം പിടിച്ചു കിടക്കുന്നവന്റെ മുന്നിൽ പോയി നിന്നോട്ട് മൂക്ക് പിഴിഞ്ഞുകൊണ്ട് നീ കരയുന്നല്ലോ, എന്തെങ്കിലും ഗുണമുണ്ടോ? സത്യത്തിൽ അവന്റെ മുന്നിൽ പോയി കരയാൻ പാടില്ല എന്നല്ലേ പഠിപ്പിക്കണേ? എടാ, ക്യാൻസർ പിടിച്ചു കിടക്കുന്നവൻ, മാരകമായ രോഗം പിടിച്ചു കിടക്കുന്നവൻ, അവന്റെ മുന്നിൽ പോയി കരയാൻ പാടില്ല എന്ന് അധികം പഠിപ്പിക്കുന്നേ. അവന് പോയി സമാധാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ പോയി നിന്ന് കരച്ചല. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ സീരിയൽ കണ്ടിട്ട് കരയണ താത്താമാരില്ലേ? സീരിയൽ കണ്ടിട്ട് പോലും കരയുന്നവർ. ഈ ഫാൻ എനിക്ക് വേണ്ടപ്പോ ഒന്ന് ഓഫാക്കിയാൽ. സീരിയൽ കണ്ടിട്ട് കരയുന്നവരില്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കരയുന്നവരില്ലേ? തന്റെ കുടുംബക്കാരും തന്റെ കൂട്ടുകാരും ആരെങ്കിലുമൊക്കെ കരയുന്നത് കാണുമ്പോ വല്ലാതെ കരയുന്ന മുസ്ലിമേ, കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിന് വല്ലാത്ത പ്രതിഫലമാണ്. കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിന് വല്ലാത്ത പ്രതിഫലമാണ്. ഒരു തുള്ളി കണ്ണുനീരാണ് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീഴുന്നതെങ്കിലോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ അദാബുകളെ കുറിച്ചോർത്ത്, നരകത്തെ കുറിച്ചോർത്ത്, പരലോകത്തെ കുറിച്ചോർത്ത്, മഹ്ശറയെ കുറിച്ചോർത്ത്, സിറാത്തിനെ കുറിച്ചോർത്ത്, പടച്ചവനെ ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴേക്ക് വീണാ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഉസ്താദേ, ഇന്ന് ഞങ്ങൾ കരയുമെന്ന് തീരുമാനിച്ചവര്, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാണ് പറയുന്നത്. അത് നിസ്സാരമായ പ്രതിഫലമല്ല, അത് നിസ്സാരമായ പ്രതിഫലമല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അതാ കൈപൊക്കിയവർക്ക് പടച്ച റബ്ബ് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ലാ യലിജുന്നാറ ബകാ മിൻ ഖസിയത്തില്ലാ ഹത്താ യറുദ്ദുൽ ലബന ഇലൽ റഈ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, പെങ്ങളെ, കരയുന്നത് വെറുതെയല്ല, കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിക്കുന്നത് വെറുതെയല്ല. ആ കണ്ണുനീര് പടച്ച റബ്ബിന്റെ അദാബുകളെ കുറിച്ച് ഓർത്ത് പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴേക്ക് വീണാൽ അല്ലാഹു അതിന് പകരം തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലാ യലിജുന്നാറ ബകാ മിൻ ഖസിയത്തില്ലാ. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും പെങ്ങളെ. നരകം അല്ലാഹു നിനക്ക് ഹറാമാക്കുകയാ. ആ നരകത്തിലേക്ക് അല്ലാഹു നിന്നെ വലിച്ചെറിയൂല. ആ നരകം നിനക്ക് ഹറാമാണ്. ഒരിക്കലും അല്ലാഹു നിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയില്ല. ഇത് നിസ്കരിച്ചവന് കിട്ടുന്ന പ്രതിഫലമല്ല, ഖുർആൻ ഓതിയവന് കിട്ടുന്ന പ്രതിഫലമല്ല, സദഖ കൊടുത്തവന് കിട്ടുന്ന പ്രതിഫലമല്ല, നോമ്പ് പിടിച്ചവന് കിട്ടുന്ന പ്രതിഫലമല്ല, ഇൽമു പഠിച്ചവന് കിട്ടുന്ന പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്ത ഹാജിക്ക് കൊടുക്കുന്ന പ്രതിഫലമല്ല, ജീവിതത്തിൽ
ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപത്തെ കുറിച്ച് ഓർത്തിട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു പോകണമല്ലോ. ഇതിനെക്കുറിച്ച് പടച്ച റബ്ബ് ചോദിക്കുമല്ലോ. അള്ളാഹുവിന്റെ ശിക്ഷ എനിക്ക് താങ്ങാൻ കഴിയില്ലല്ലോ എന്ന് പേടിച്ചുകൊണ്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴേക്ക് വീണ അതിനു പകരം അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലമാ. ഒരിക്കലും അള്ളാഹു നിന്നെ നരകത്തിലിടൂല. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് ഒരു ഉദാഹരണം പറയുകയാ. ഏതുവരെയും നിറയുമോ ഒട്ടകത്തിന്റെ പാല് കറക്കുകയാണ്. അതിന്റെ അകിടിൽ നിന്ന് കയ്യിലിരിക്കുന്ന പാത്രത്തിലേക്ക് പാലപടന്ന് കറന്നൊടിച്ചു. ആ പാത്രത്തിൽ വീണ പാലുണ്ടല്ലോ പിന്നെ തിരിച്ച് അകിടിലേക്ക് തിരിച്ചു പോകൂല. എന്തൊക്കെ ചെയ്താലും ആ പാല് തിരിച്ച അകിടിലേക്ക് കടന്നു പോകൂല. അങ്ങനെ കിടക്കാത്ത കാലത്തോളം അള്ളാഹു നിന്നെ നരകത്തിലിടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ അതുകൊണ്ടാ പ്രവാചകന് കരയാൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ കുറിച്ച് ഉസ്താദന്മാര് പറയുമ്പോ നിസാരമാ, കളിയാ, തമാശയാ, ഇതൊക്കെ വെറുതെ പറയുന്നതാടാ. ഇതൊക്കെ ഉസ്താദന്മാര് നമ്മളെ ഭയപ്പെടുത്താൻ പറയുകയാ. എവിടെയാ നരകമിരിക്കുന്നത്? 3000 കൊല്ലം കത്തിച്ച നരകത്തെ കുറിച്ച് ഉസ്താദന്മാര് ചുമ്മാതെ പറയുകയാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ, കളിയാക്കുന്നവർ, ഇതൊക്കെ ചുമ്മാതെയാണെന്ന് പറയുന്നവർ, എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് എന്തു വേണമെങ്കിലും പറയാമടാ. ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നിനക്ക് അള്ളാഹു കാണിച്ചു തരുന്ന ഒരു ദിവസമുണ്ട്. നിനക്ക് ആ നരകത്തെ കുറിച്ച് അറിയാനിട്ടാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മോനെ, നിനക്ക് ആ നരകത്തെ കുറിച്ച് അറിയാനിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന് മെഹ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് കടന്നു പോയല്ലോ. 7 ആകാശം കടന്ന് പടച്ച റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് കടന്നുപോയ ചരിത്രം പഠിച്ചവനല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ആകാശ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എല്ലാ പ്രവാചകന്മാരെയും കാണുകയാണ്. മലക്കുകൾ വളരെ സന്തോഷത്തിലാണ്. ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബിയെ കാണുമ്പോ മലക്കുകൾ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കുകയാ. എല്ലാവരും വല്ലാത്ത സന്തോഷത്തിലാ. ഓരോ ആകാശത്തിന്റെ കവാടവും അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ കടന്നു പോവുകയാണ്. പടച്ചവരെ, റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. പ്രവാചകൻ ഇങ്ങനെ നോക്കുമ്പോ ഒരേ ഒരു മലക്കു മാത്രം പടച്ചവനെ ചിരിക്കുന്നില്ല, അവിടുന്ന് തല ഉയർത്തുന്നില്ല. ഒരു മലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആ മലക്കിന്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ല. ആ മലക്കിന്റെ മുഖത്ത് ഒരു സന്തോഷവും കാണുന്നില്ല. തല പോലും ഒന്ന് ഉയർത്തി നോക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമാവുകയാണ്. ആരാണല്ലാ ഈ മലക്കാരാ? എന്തുകൊണ്ടാണ് പടച്ചവരെ ഒന്ന് മുഖം പോലും അവിടെ ഉയർത്താത്തത്? അവിടത്തെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീലേ, ആരാണ് ജിബ്രീൽ? ആ മലക്കാരാണ് ജിബ്രീൽ. യാ റസൂലല്ലാഹ്, അത് മാലിക് എന്ന് പറയുന്ന മലക്കാണ് നബി. ഇതൊക്കെ പറയുമ്പോ നിസാരമായി തെള്ളിക്കളയുന്ന യുവത്തവേ, അള്ളാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ. എങ്കിലും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിണ്ടാരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, ഇതുപോലെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമല്ലോ. ആ ഭയാനകമായ ദിവസത്തിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ
നീ കാണുമടാ ചെറുപ്പക്കാരാ, യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിക്കുന്ന യുവത്തവേ, കാലം മാറുന്നതിനനുസരിച്ച് പടച്ച റബ്ബിന്റെ ദീൻ മാറ്റണമെന്ന് പറയുന്ന യുവത്തവേ, അല്ലാഹുവേ നീ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിൽക്കുമ്പോ വൈദാ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുളൻ വസഫീറാ. ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരികയാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നമ്മൾ എല്ലാവരും നിൽക്കുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ മുന്നിലെത്തുകയാ. മാലികേ, നരകത്തിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. ആ നരകത്തെ പരലോകത്തേക്ക് കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. മാലിക് ചോദിക്കുന്നു, ജിബ്രീലേ, എങ്ങനെയാ ജിബ്രീൽ ഈ നരകത്തെ ഞാൻ എങ്ങനെയാ കൊണ്ടുവരുന്നത്? അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. പടച്ചവനെ, ജിബ്രീൽ അലൈഹിസ്സലാം അവിടെന്ന് പറയുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവേ നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാ, നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാണ്. 70,000 ചങ്ങലകളില്, 70,000 ചങ്ങലകളില് ആ നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാണ്. പടച്ചവനെ, ഒരു ചങ്ങലയിൽ പിടിക്കുന്ന മലക്ക് 70,000 മലക്കുകളാ. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്. അങ്ങനെയുള്ള 70,000 ചങ്ങലകളിൽ നരകത്തെ ബന്ധിപ്പിക്കുകയാണ്. മോനെ, ചങ്ങലയുടെ വലിപ്പം നിനക്കറിയുമോ? അതാ ചങ്ങലയിൽ ഒരു കൊളുത്തുണ്ടല്ലോ, ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പം നിനക്കറിയുമോ? ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുതാ, ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുതായ ചങ്ങലയുടെ കൊളുത്തുകളാണ് ചെറുപ്പക്കാരാ. അങ്ങനെ അവസാനം നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ മുഴുവനും ആ നരകത്തെ വലിച്ചടച്ചു കൊണ്ടുവരുമ്പോ, ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത് കാണുമ്പോ നീ അല്ലാഹുവോട് പറയുന്നു, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിനോട് പറയുന്ന പടച്ച റബ്ബേ, അല്ലാഹുവേ കണ്ടുപടച്ചവര്, ആ ഭയാനകമായ നരകത്തെ ഞാൻ കണ്ടു, ആ നരകത്തിന്റെ വലിപ്പം കണ്ടു, ആ നരകത്തിന്റെ തീ കണ്ടു, ആ നരകം കടന്ന് വിളിക്കുന്നത്, ആ നരകം കടന്ന് അട്ടഹസിക്കുന്നത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടു. റബ്ബേ ഫർജിഅനാ, എന്നെ ഒന്നുകൂടെ മടക്കുവോ അല്ലാ. നാളെ പരലോകത്ത് കടന്ന് യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ കരയട്, ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയട്. ആ കരയുന്നതിലൂടെ പടച്ച റബ്ബ് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ലാ യലിജുന്നാർ ബകാ മിൻ ഖസിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുകയാണ്. അല്ലാഹു നരകത്തിലേക്ക് നിന്നെ വലിച്ചെറിയില്ല. അതാണ് ഈ കൈപൊക്കിയവർക്ക് പടച്ച റബ്ബ് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി വറജുലുൻ ദക്കറല്ലാഹു ഖലിയാ വഫാലത് ഐനാ.
പടച്ചവനെ ആലിമീങ്ങളിരിക്കുന്ന, ഹാഫിളീങ്ങളിരിക്കുന്ന, അല്ലാഹു ഇഷ്ടപ്പെട്ടവരിരിക്കുന്ന ഈ ദുനിയാവിലെ സ്വർഗ്ഗത്തില് ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് കരയുമെന്ന് തീരുമാനിച്ചവര് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ, പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമല്ലോ, ചെമ്പിന്റെ തറയാ അല്ലാ. എല്ലാവരും ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ഉടുതുണിയില്ലാതെ എല്ലാവരും എഴുന്നേറ്റ് വരുമല്ലോ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് എല്ലാവരും കടന്നു വരുന്നത് നഗ്നരായിട്ടാണ്. ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ പേടിച്ചു വിറച്ചുകൊണ്ട് ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമല്ലോ. അന്നത്തെ ദിവസം അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് മാത്രമാണ് തണലുള്ളത്. പടച്ചവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ അർശിന്റെ താഴെ മാത്രമാണെന്ന് തണലുള്ളത്. ആ തണലല്ലാതെ വേറൊരു തണലുമില്ലാത്ത ദിവസം ആ പടച്ചറപ്പിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ. പടച്ചവരെ, അതാ 10 മണിയായി, രാത്രി 10 മണിയായി, ശരീരം വിയർക്കുകയാണ്, ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. സൂര്യൻ എപ്പോഴേ അസ്തമിച്ചു പോയി, എന്നിട്ട് പോലും വിയർക്കുന്നല്ലോ, എന്നിട്ട് പോലും ചൂട് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുന്നല്ലോ. എങ്കിൽ ഇതൊന്നും ഒരു ചൂടല്ലടാ ചെറുപ്പക്കാരാ. നാളെ ഒരു ചാട് മുകളിലാണ്, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചറപ്പിന്റെ സൂര്യനുണ്ടല്ലോ. അന്ന് ഒരു ചാട് മുകളിൽ നിന്റെ തലയുടെ മുകളിലേക്ക് കടന്നു വരികയാ. ഒരു ചാട് മുകളിൽ നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന ദിവസത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? അത് സാധാരണ ഒരു ദിവസമല്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ എന്തുഹാലാ ചൂള, വൻദോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. നിന്ന് കട്ടയുണ്ടാകുമല്ലോ, അത് ഉണങ്ങിയതിനു ശേഷം പറക്കി അടുക്കി വെച്ചിട്ട് പച്ചപ്പിറകിട്ടത് കത്തിച്ചിട്ടത് ചൂളക്കകത്തിട്ട് കത്തിക്കുമല്ലോ. ദിവസങ്ങളോളം കത്തിച്ചതിന്റെ കളറ് മാറ്റുമല്ലോ. ആ ചൂളയൊന്നും ഒന്നുമല്ലടാ ചെറുപ്പക്കാരാ. ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയെ കാണുമല്ലോ. പണ്ട് കാളവണ്ടി കണ്ടിട്ടുണ്ടല്ലോ. ചുമട് വലിച്ചു കൊണ്ടുവരുമ്പോ അതിന്റെ വായിലൂടെ മൂക്കിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുമല്ലോ. അതൊന്നും ഒന്നുമല്ലടാ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നിനക്ക് കാണാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അടുക്കളയിൽ ചോറ് വെക്കുമ്പോ അതാ ചോറ് പാത്രത്തിനകത്ത് കിടന്നിട്ടിങ്ങനെ തിളച്ചു മറിയുന്നത് കാണുന്ന ഉമ്മ, അത് കാണുന്ന പെങ്ങള്, മോളെ, നിന്റെ തലയ്ക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അതിങ്ങനെ തിളച്ചിട്ട് നിന്റെ മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അത് ഭയാനകമായ ദിവസമാ, അത് പേടിക്കേണ്ട ദിവസമാ. പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന ഉമ്മ, അല്ലാഹുവേ, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയല്ലേ. അത് മരണവേദനയുടെ ഒരു അംശം മാത്രമേ പ്രസവ വേദനയ്ക്കുള്ളൂ. ഞാനതിന് സാരമായി കാണുന്നില്ലോ. വല്ലാത്ത വേദനയാണല്ലോ, വല്ലാത്ത വേദനയാണല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ, ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പരസ്പരം കിടന്ന് ശപിക്കുന്ന, പൊട്ടിക്കരയുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് മാത്രമേ തണലുള്ളൂ. അന്നവിടെ മാത്രമേ തണലുള്ളൂ. പടച്ചവന് എല്ലാവരും അല്ലാഹുവിന്റെ പടച്ചറപ്പിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹ്
ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറബ് 7 വിഭാഗം ആൾക്കാരെ അടുത്തേക്ക് വിളിക്കുകയാ. 7 വിഭാഗം ആൾക്കാരെ അല്ലാഹു അടുത്ത് വിളിക്കുകയാണ്. തന്റെ അർശിന്റെ താഴെ നിർത്തുകയാണ്. അല്ലാഹു അവർക്ക് തണല് കൊടുക്കുകയാണ്. അർശിന്റെ താഴ്ഭാഗത്ത് വിളിച്ചു നിർത്തുകയാണ്. 7 വിവിഐപികള്, 7 വിവിഐപികള്, 7 അല്ലാഹു ഇഷ്ടപ്പെട്ടവര്. ആ 7 വിഭാഗത്തിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? വറജുലുൻ ദക്കറല്ലാഹു ഖലിയാ വഫാലത്ത് ഐനാ. ഈ കൈപക്കിയ നീയാണിപ്പാ. എടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്ന് പടച്ചറബിന്റെ മുന്നിൽ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങള്, കള്ളു കുടിച്ചതും വ്യഭിചരിച്ചതും പലിശ തിന്നതും അഹങ്കരിച്ചതും നിസ്കരിക്കാതെ നടന്നതും ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തതും അത് മുഴുവനും ഇന്നിവിടെ ഇരുന്ന് പടച്ചറബിന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമല്ലോ. ആ ദുആ ചെയ്യുന്ന സമയത്ത് ഞാൻ അഭിനയിക്കും ഉസ്താദ്. ഒന്ന് കരയുന്നവരെ പോലെ ഞാൻ അഭിനയിക്കുകയാണ്. ഒന്ന് കരയുകയാ. ഞാൻ കരയുമെന്ന് തീരുമാനിച്ച മുസ്ലിമേ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ. ഒന്ന്, നിന്നെ നരകത്തിന്റെ തീ തൊടില്ല. അല്ലാഹു നരകത്തിലേക്ക് നിന്നെ വലിച്ചെറിയൂല. ഒരിക്കലും നരകത്തിലേക്ക് നീ കടന്നു പോകില്ല. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ആരാരും തിരിഞ്ഞു നോക്കാത്ത, ഒരു മനുഷ്യനും സഹായിക്കാത്ത, അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത പടച്ചറബിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് അല്ലാഹുവിന്റെ അർശിന്റെ താഴെ അല്ലാഹു നിനക്കൊരു സ്ഥാനം നൽകിയിട്ട് നിന്നെ ആദരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. രണ്ടാമത്തെ പ്രതിഫലമാ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഖത്തറത്താഹുവിന്റെ ദീനിന് വേണ്ടി രാത്രിയിൽ തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാ. തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ഉഹദിന്റെ തലേ ദിവസം സഹാബി കടന്നു പോവുകയാണ്. രാധാ തന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് കൂട്ടുകാരനെ വിളിച്ചിറക്കുന്നു, വാ നമുക്കൊരു സ്ഥലം വരെ പോകാം. പടച്ചവരെ, തന്റെ കൂട്ടുകാരനെ പാതിരാത്രിയിൽ വിളിച്ചിറക്കി. എന്നിട്ട് രണ്ടുപേരും കൂടെ ഒതുവെടുക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു ഒതുവെടുക്കാറ്. അബ്ദുല്ലാഹിബ്നു ജഹ്ശ് തങ്ങൾ അവിടെ നിന്ന് ഒതുവെടുപ്പിച്ചു. രണ്ടുപേരും ഒതുവെടുത്തിട്ട് പടച്ചവനെ മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാണ്. 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു ജഹ്ശ് തങ്ങൾ പറയുകയാ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് നിനക്ക് എന്താണോ ആഗ്രഹം നീ ദുആ ചെയ്യ്. ഞാൻ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാ. അല്ലാഹുവേ, അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. പടച്ചറബേ, എനിക്ക് ശത്രുവായിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു യോദ്ധാവിനെ എനിക്ക് തരണേ അല്ലാ. എനിക്കവനെ വധിക്കണമല്ലാ. എനിക്കവനെ പരാജയപ്പെടുത്തണമല്ലാ. ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് എനിക്ക് ജീവനോടെ തിരിച്ചു വരണമല്ലാ. അവിടന്ന് കൂട്ടുകാരൻ ദുആ ചെയ്യുകയാ. അബ്ദുല്ലാഹിബ്നു ജഹ്ശ് തങ്ങൾ അവിടെ ആമീൻ പറയുകയാ. പടച്ചറബേ, ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു ജഹ്ശ് തങ്ങൾ പറയുന്നു, ഞാൻ ദുആ ചെയ്യാൻ പോകുകയാണ്. നീ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയടേ. എന്നിട്ട് ദുആ ചെയ്ത ദുആ എന്തെന്നറിയോ? അല്ലാ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. പടച്ചറപ്പേ, കാലം യോദ്ധാവായ ക്രൂരനായ ഒരു എതിരാളി എനിക്ക് തരണേ അല്ലാ. എന്നെക്കാലം യോദ്ധാവായ ക്രൂരനായ ഒരെതിരാളി എനിക്ക് തരണേ പടച്ചവര്. അല്ലാഹുവേ, അവൻ ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് അവൻ എന്റെ കൈ മുറിക്കണേ അല്ലാ. അവൻ എന്റെ കാല് വെട്ടി മുറി
മുറിക്കണേ അല്ലാ, അവനെന്റെ ചെവി മുറിച്ച് കെട്ടി തൂക്കണേ അല്ലാ. അവിടെ അബ്ദുല്ലാഹിബ്നു ജഹ്ശ് തങ്ങൾ ദുആ ചെയ്യുകയാണ്. പടച്ചവരെ, കൂട്ടുകാരൻ പോലും അത്ഭുതപ്പെടുകയാണ്. പടച്ചവനെ, എന്താണ് ഈ പറയുന്നത്, എന്താണ് ഈ പറയുന്നത്? അവസാനം അവിടെ നിന്ന് ദുആ ചെയ്ത് പിരിയുകയാ. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. കൂട്ടുകാരൻ ഓടുന്നു, അല്ലാ, അബ്ദുല്ലാഹിബ്നു ജഹ്ശ് തങ്ങൾ എവിടെ? ഇന്നലെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ദുആ ചെയ്തതാണല്ലോ. അല്ലാഹു സ്വീകരിച്ചോ, അല്ലാഹു സ്വീകരിച്ചോ. പടച്ചവരെ, ഉഹദിന്റെ രണാങ്കണത്തിലൂടെ കടന്നു ചെല്ലുമ്പോ അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. കൈയവിടന്ന് വെട്ടിമുറിച്ചു, കാലവിടന്ന് വെട്ടിമുറിച്ചു, ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയിരിക്കുകയാണ്. പടച്ചവനെ, അവിടത്തെ ചെവിയങ്ങ് മുറിച്ചവിടന്ന് കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. അതാ അബ്ദുല്ലാഹിബ്നു ജഹ്ശ് തങ്ങൾ പറയുന്നു, റബ്ബ് നമ്മുടെ ദുആ സ്വീകരിച്ചല്ലോ. ഈ ശരീരത്ത് നിന്ന് വീടുന്ന രക്തത്തുള്ളി അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടപ്പെട്ടതാണല്ലോ. എനിക്ക് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലേക്ക് രക്ഷപ്പെടാൻ ഇത് മതിയല്ലോ എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളിൽ ഒരു തുള്ളി രക്തത്തുള്ളിയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തില്, പടച്ച റബ്ബിന്റെ ദീനിന്റെ മാർഗത്തില് അതാ യുദ്ധക്കളങ്ങളിൽ ഷഹീദാകുമ്പോ ആ ഷഹീദിന്റെ ശരീരത്തിൽ നിന്ന് വീടുന്ന രക്തത്തുള്ളിയുണ്ടല്ലോ, അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടപ്പെട്ടതാ. രണ്ടാമത്തെ തുള്ളി ഏതെന്നറിയോ? ഖത്റത്തു ദുമൂഇ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ തുള്ളി ഏതെന്നറിയോ? ഒരു മുഅ്മിനിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരാ. അല്ലാഹുവിനെ കുറിച്ച് ഓർത്തിട്ട്, പടച്ച റബ്ബിന്റെ അദാബുകളെ കുറിച്ച് ഓർത്തിട്ട്, പടച്ചവനെ പരലോകത്തെ കുറിച്ച് ഓർത്തിട്ട്, അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് ഓർത്തിട്ട് കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരുണ്ടല്ലോ, അത് അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടതാ. ചെറുപ്പക്കാരാ, നമ്മളൊക്കെ ദുആ ചെയ്യുമല്ലോ, നമ്മളൊക്കെ ദുആ ചെയ്യുമല്ലോ. പക്ഷേ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ പലർക്കും കരയാ കഴിയുന്നില്ലല്ലോ. ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ പലർക്കും കരയാ കഴിയുന്നില്ല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? എല്ലാവർക്കും അവിടെ നിന്ന് കരയാൻ പറ്റൂല, എല്ലാവർക്കും അവിടെ നിന്ന് കരയാൻ കഴിയില്ല. അതുകൊണ്ടാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അഭിനയിക്കാൻ. കാരണം കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് പടച്ച റബ്ബിന് വല്ലാത്ത ഇഷ്ടമാ. അതിന് സാരമല്ല ചെറുപ്പക്കാരാ, അതിന് സാരമല്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, കരയണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ നിനക്ക് മരണം പറയുമ്പോഴും ഖബർ പറയുമ്പോഴും നരകം പറയുമ്പോഴും നിനക്ക് പേടിയില്ലല്ലോടാ മോനെ. പരിശുദ്ധമായ റമളാനിന്റെ 30 ദിവസം നോമ്പ് പിടിച്ച് തറാവീഹ് നിസ്കരിച്ച് തസ്ബീഹ് നിസ്കരിച്ച് ദുആ നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് ഒരുപാട് നന്മകളും ചെയ്ത് നടന്ന നീ പെരുന്നാളിനെന്ന് നിസ്കരിച്ചോ ചെറുപ്പക്കാരാ? ഇന്ന് നമസ്കരിച്ചിട്ടുണ്ടോടാ? 5 നേരവും അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ ജമാഅത്തായി 30 ദിനങ്ങൾ മുഴുവനും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ച നീ പിന്നെ നീ പള്ളിക്കകത്ത് പോയിട്ടുണ്ടോടാ ചെറുപ്പക്കാരാ? എവിടെ പോയടാ? സർവ്വതും കൊണ്ട് കളഞ്ഞല്ലോ, പേടിയില്ലല്ലോ. പടച്ചവനെ, ഉസ്താദന്മാർ അതിനെ കുറിച്ച് പറയുമ്പോ നിനക്ക് നിസാരമാണല്ലോ. ഖബറും നരകമൊക്കെ നിനക്ക് നിസാരമായി പോയല്ലോ. എടാ ചെറുപ്പക്കാരാ, പലരും പറയും ഉസ്താദേ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, അതിനൊരു വഴി പറഞ്ഞു തരണമെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, നന്നാകാൻ ആഗ്രഹമുണ്ടോ? ഏത് ദുശീലവും മാറ്റാനൊരു വഴിയുണ്ടടാ. 5 പൈസയുടെ ചെലവില്ലല്ലോ, ഒരു കഷ്ടപ്പാടില്ലല്ലോ, ഉറക്കമൊഴിയണ്ടല്ലോ, ഒരു പ്രയാസവുമില്ലല്ലോ. പെങ്ങളെ, ഉസ്താദേ റമളാനിന്റെ 30 ദിവസം സീരിയലെ മൊത്തം മാറ്റിവെച്ചവളാണ് ഞാൻ. പക്ഷേ എനിക്കിപ്പോ കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ.
എന്റെ പെങ്ങളെ, നന്നാകാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ടവനായ സ്വഹാബിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ, അതുകൊണ്ട് എനിക്കൊരു വഴി പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അബൂദർ വന്നിട്ട് ചോദിക്കുകയാ. അബൂദർ കള്ള് കുടിച്ച് നടക്കുന്നവനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, സാധാരണ സ്വഹാബിയല്ല. അതാ സാധാരണ സ്വഹാബിയല്ല അബൂദർ, മറ്റുള്ള സ്വഹാബികളെ പോലെയല്ല അബൂദർ. അബൂദറിന് വല്ലാത്ത മഹത്വമാ, അബൂദറിന് വല്ലാത്ത ശ്രേഷ്ഠതയാ. അതറിയണമെങ്കിൽ ഒരേ ഒരു ഹദീസ് പറഞ്ഞു തരാ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനും മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പാവപ്പെട്ടവനായ അബൂദർ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോവുകയാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു വഴിയിലൂടെ നടന്നു പോവുകയാ. അതാ അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയാ, അല്ലാഹുവിന്റെ റസൂലേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന് അവിടെ അത്ഭുതമാവുകയാണ്. കാരണം ജിബ്രീലാണ് പേര് പറഞ്ഞിരിക്കുന്നത്, ജിബ്രീലാണ് പേര് ചോദിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ അബൂദറിനെ എങ്ങനെയാ പരിചയമുള്ളത്? എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെയറിയാ? ആ ചെറുപ്പക്കാരന്റെ പേര് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? എങ്ങനെയാ പരിചയമുണ്ടോ? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്അ അശ്റഫിൽ അർദി. ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറയും നബിയേ. ഈ ചെറുപ്പക്കാരനെ അറിയാത്ത മലക്കുകളില്ല, ഈ ചെറുപ്പക്കാരനെ പരിചയമില്ലാത്ത മലക്കുകളില്ല. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും പരിചയമുള്ള ചെറുപ്പക്കാരനാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിൽ വന്ന്, യാ റസൂലല്ലാഹ്, നന്നാകാൻ ഒരു വഴി പറഞ്ഞു താ നബിയേ, നന്മകൾ അധികരിപ്പിക്കണം നബിയേ, എനിക്കൊരു വഴി പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുവോ? നന്നാകണമെന്ന് തോന്നുന്നോ ചില പോരായികൾ മുഴുവനും നിരത്തിയതാ, പോരായ്മകൾ മുഴുവനും അവിടെ നിന്ന് മാറ്റിയിട്ട് ഇനിയുള്ള ജീവിതമെങ്കിലും നിനക്ക് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? നിന്റെ കള്ളുകുടി മാറണോ? വ്യഭിചാരം മാറണോ? അഹങ്കാരം മാറണോ? നന്ദികേട് മാറ്റണോ? ദുശീലങ്ങൾ മാറണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിനക്കിവിടത്തെ പള്ളിപ്പറമ്പിലൊന്ന് പോകാൻ പറ്റുമോ? അതാ പടച്ചവനെ, ഇവിടത്തെ ഖബർസ്ഥാൻ ഉണ്ടല്ലോ, മരണപ്പെട്ടവരെ ഖബറടക്കുന്ന പള്ളിപ്പറമ്പുണ്ടല്ലോ, ആ പള്ളിപ്പറമ്പിൽ പാതിരാത്രി 12 മണിക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പോ പടച്ചവനെ, നിനക്ക് ഒറ്റയ്ക്കൊന്ന് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോകാ ധൈര്യമുണ്ടോ? ഏതു പാതിരാത്രിയും എതിലേക്കൂടെ വേണമെങ്കിലും ഞാൻ നടക്കും, എനിക്ക് വല്ലാത്ത ചങ്കുറപ്പാ എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, പൊന്നുമോനെ, എടാ നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിനക്കൊന്നൊറ്റയ്ക്ക് പോകാൻ കഴിയുമോ? ആ പള്ളിപ്പറമ്പിൽ പോയാ ഏതു മനുഷ്യനും നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, പറ്റുമെങ്കിൽ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ കടന്നു ചെന്നിട്ട്, മോനെ, ഏതെങ്കിലും ഖബർ കുടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഖബർ കുടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആ ഖബറിന്റെ മുകളിൽ അടച്ചു വെച്ചിരിക്കുന്ന പലകയെടുത്തൊന്നു മാറ്റടാ. പറ്റുമെങ്കിൽ ഇറങ്ങുമോനെ. ഖബറിനകത്തിറങ്ങാ ധൈര്യമുണ്ടോ? ഖബറിനകത്തിരിക്കാ ധൈര്യമുണ്ടോ? ഒരു 5 മിനിറ്റ് അല്ലാഹുവിന്റെ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് പോയിട്ട്
എടാ നിനക്കൊന്ന് പേടിക്കാതെ, ശരീരം വിയർക്കാതെ, കൈകാല് വിറയ്ക്കാതെ, ഒറ്റയ്ക്ക് രാവിലെ 10 മണിക്ക് ഇവിടത്തെ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്ത് ചെന്നിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ ചങ്കുറപ്പുണ്ടോടാ ചെറുപ്പക്കാരാ? പേടിയാടാ, പേടിയാടാ കബറിന്റെ ആഴം സോദരാ നീ നോക്ക്. അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഒന്ന് പോയി നോക്കടാ, അതിന്റെ ആഴം നീ കണ്ടിട്ടുണ്ടോ? നിനക്കിറങ്ങാൻ കഴിയുമോ? പേടിയാടാ ചെറുപ്പക്കാരാ, കാരണമത് കബറാ, കാരണമത് കബറാ. കബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരമോ മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. കബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം ചെറുപ്പക്കാരാ. കബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമടാ. കബറ് കണ്ടാ കരയണം മോനെ, കബറ് കണ്ടാ കരയണം മോനെ, കബറ് കണ്ടാ കരയണം മോനെ. അല്ലാഹുവേ, ആരാ കരയുന്നത്? കബറ് കുഴിക്കുന്നവനും കരയാറില്ല, കബറടക്കുന്നവനും കരയാറില്ല, ഒരാളും കരയാറില്ലല്ലോ. തമാശ പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാട്, കോമഡി പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാട്, രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാട്. പടച്ചവനെ, അവിടെ പോയി നിന്നിട്ട് പോലും നിനക്ക് പേടി വരുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്താ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ സുറുബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സദരി. ആ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചെങ്ങാടും നീ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചെങ്ങാടും നീ അറിഞ്ഞിരുന്നെങ്കിൽ, കടിക്കാൻ ഭക്ഷണം എടുത്തിട്ട്, കുടിക്കാൻ വെള്ളം എടുത്തിട്ട്, വയദ്രിബു അലാ സദരി, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവാതെ നിനക്കത് കഴിക്കുവാനോ കുടിക്കുവാനോ അവിടെ നിന്ന് കഴിയില്ലായിരുന്നു എന്ന് പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് നന്നാകാത്തവനെയും നന്നാക്കാനുള്ള എളുപ്പ വഴി എന്താ? പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകൂ, ഖബർസ്ഥാനിൽ കൊണ്ടുപോകൂ, അവിടെ കൊണ്ടുപോയി ഒറ്റയ്ക്ക് നിർത്തൂ. ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ അല്ലാഹുവിനെ മറന്നുകൊണ്ട് പലപ്പോഴും നടന്നുപോയ ഒരുപാട് കൊലകൊമ്പന്മാർ അവിടത്തെ പറമ്പിൽ കിടക്കുന്നുണ്ടല്ലോ. പഠിക്കാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിനക്ക് രക്ഷപ്പെടണോ, നിനക്ക് രക്ഷപ്പെടണോ. അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട്, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പിഴവുകൾ ഓർത്തിട്ട്, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴേക്ക് വീണാ, ആ കണ്ണുനീര് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറബിന് വല്ലാത്ത ഇഷ്ടമാ. ആ കണ്ണുനീർ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ, അതിലെ 2 തുള്ളികളിൽ ഒരു തുള്ളി അല്ലാഹനെ ഭയന്നുകൊണ്ട് കണ്ണിൽ നിന്ന് തീ താഴേക്ക് വീഴുന്ന കണ്ണുനീരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവർക്കും കരയാൻ പറ്റൂല,
എല്ലാവർക്കും കരയാൻ പറ്റൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്ക്. ഉസ്താദന്മാരൊക്കെ 27-ാം രാവിനും 17-ാം രാവിനും അതുപോലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രികളിലൊക്കെ കരഞ്ഞ് നിലവിളിച്ച് ഉസ്താദന്മാർ ദുആ ചെയ്തു. ആരാ കരയണത്? എടോ, എല്ലാവർക്കും കരയാൻ പറ്റൂല.